Morning. Good morning, teacher. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, Miss. Morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊക്കെ പഠിച്ചിരിക്കുക. രണ്ട് മിനിറ്റ് Good morning, Miss. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് വായിച്ചു നോക്കട്ടാ. വായിച്ചു നോക്കിയോ? ചോദിക്കുന്ന ആള് വന്നിട്ട് ആൻസർ പറയാട്ടാ. What do you mean by naturopathy? What do you mean by naturopathy? Bennett Tarson. കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു മാം. Krishna Sibi. Krishna Sibi. കൃഷ്ണയില്ലേ? ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. എല്ലാവരും ആബ്സെന്റ് ആയിരുന്നു. ശ്രീഷ്മ. ശ്രീഷ്മ എന്ന് പറഞ്ഞു. ശ്രീഷ്മ ടി വി. ശ്രീഷ്മില്ലേ? സാം റോയ്. പറഞ്ഞോ മോളെ ശ്രീഷ്മ. ഹലോ, ക്ലിയർ ആവുന്നില്ലല്ലോ. പറഞ്ഞോ മോളെ. ശ്രീഷ്മ പറഞ്ഞോ. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ശ്രീഷ്മ മാത്രം അൺമ്യൂട്ട് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പറഞ്ഞോ. ശ്രീഷ്മ പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. എക്കോ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നില്ല. മിനിറ്റ്.
ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എക്കോ കേൾക്കുന്നുണ്ട് ഇപ്പൊ? ഇല്ല മാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശ്രീഷ്മ ഒന്ന് പറഞ്ഞേ. മിസ്, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസുകൾ ക്യൂർ ചെയ്യാനാണ് നാച്ചുറോപ്പതി യൂസ്. 3 ഫേസുകൾ പഠിച്ചില്ലേ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില്? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. രേഷ്മ ജെൻസൺ. രേഷ്മില്ല? ത്രീ ഫേസുകൾ പഠിച്ചില്ലേ നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റത്തില്, മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില്? ആ ഫേസുകളൊന്നും പറയാനായിട്ടാണ്. ആർക്ക് പറയാം? ഞാൻ പറയുന്നത് clear ആണോ? Hello. പറഞ്ഞോ മോളെ. In the initial phase, in the second phase, in the third phase. ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെയാ പറയണേ? രണ്ട് പ്രിൻസിപ്പിൾ പറ്റി പഠിച്ചല്ലോ നമ്മള്. പറഞ്ഞോ. പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഹെൽത്ത് കെയർ പീപ്പിളിന് നല്ല ഹെൽത്ത് കെയർ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളത്. വെരി ഗുഡ്. സെക്കൻഡ് ഫേസ് അവിടേക്കും എന്തായി മാറിയത്? സെക്കൻഡ് ഫേസിൽ എന്താ പഠിച്ചത് നമ്മള്? ഗവൺമെന്റും പ്രൈവറ്റും കൂടി ചേർന്നിട്ട് ഈ ഒരു ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തു. ഓക്കെ. ഇനി തേർഡ് ഫേസിൽ എന്താ വന്നേ? ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ജനങ്ങൾക്ക് നൽകാൻ തുടങ്ങി, പബ്ലിക്കിന്. ഇനി അടുത്തത്, what do you mean by primary health center? സാംറോയ്. PHC. സാംറോയ് എന്ന് പറഞ്ഞേ. അറിയില്ല? പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഹെൽത്ത് സെന്റേഴ്സ്. പ്രൈമറി ഹെൽത്ത് സെന്റർ അതിൽ മിസ് നോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്തൊക്കെയായിരുന്നു? ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, PDF നോക്കി പഠിച്ചാണ്. കറക്റ്റായിട്ട് അതിന്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല എനിക്ക്. പറഞ്ഞോ, PDF നോക്കിയിട്ട് എന്താ പഠിച്ചേ? അധികം നോട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിന്റെ ജസ്റ്റ് ഫുൾ ഫോം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കീഴില് വർക്ക് ചെയ്യുന്ന പൂജ. ആരെങ്കിലും പറഞ്ഞേ? നസീബ പറഞ്ഞോ. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ബെഡ് സ്ട്രെങ്ത് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാകും. പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും സപ്പോർട്ടിംഗ് സ്റ്റാഫോടെ കൂടി 14 മെമ്പേഴ്സ് ഉണ്ടാകും. PHCയുടെ അണ്ടറിൽ പിന്നെ 6 സബ് സെന്റേഴ്സ് ഉണ്ടാവും. പിന്നെ അവിടെ ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റ് സർവീസും ഉണ്ടാകും.
പിന്നെ 4 to 6 ബെഡ് സ്ട്രെങ്ത് ആണ് അവിടെ ഉള്ളത്. പിന്നെ 30,000 പീപ്പിൾസിനെ കവർ ചെയ്യുന്ന ഇതാണ് അവിടെ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആര് പറയും? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഞാൻ പറയാം മേഡം. പറയാം. മുഖീന. സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. CHSയിലെ സർവീസ് 4 PHC അണ്ടറിന്റെ കീഴിൽ ഉണ്ടാവും. ഇത് 12,000 ആൾക്കാരിനെ ഉൾക്കൊള്ളുന്ന ഒരു ആശുപത്രിയാണ്. 12,000 ആണോ നോക്കിയേ? 1,20,000. ഓക്കെ. സപ്പോർട്ടഡ് ടു 30 ബെഡ് ഉണ്ടാവും. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും, എക്സ്റേ ഉണ്ടാവും, ഇതൊക്കെ CHSൽ ഉണ്ടാവും. ടീം ഓഫ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർമാരുണ്ടാവും. ഇനി സബ് സെന്റേഴ്സ് സാറിന് കേട്ടിരിക്കണം കേട്ടോ ഇതില് പറയുന്നത്, നോട്ട് ചെയ്തിരിക്കണേ. സബ് സെന്റർ ആര് പറയും? ആർക്ക് പറയാം? സബ് സെന്റർ ആരുല്ലേ പറയാം? ആരാ പറയാ? അല്ലെങ്കിൽ മിസ് വിളിക്കണോ? മാം, പറഞ്ഞോളെ. ബേസിക് പ്രൈമറി കെയർ ആണ് സബ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെഡിക്കൽ സർവീസ്, ഇമ്മ്യൂണൈസേഷൻ പോലുള്ള മെഡിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. പിന്നെ ടെമ്പററി സ്ട്രക്ചർ ആണ്. 1 to 2 കെയർ വർക്കേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. പിന്നെ 5,000 പീപ്പിളിനെ സെർവ് ചെയ്യാൻ കഴിയുന്നതാണ് ഹെൽത്ത് സബ് സെന്റർ. എക്സാമ്പിൾ ഹെൽത്ത് സെന്റർ ആണ് എക്സാമ്പിൾ. പ്രൈമറി ഹെൽത്ത് സെന്റർ എക്സാമ്പിൾ പ്രൈമറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കേട്ടോ. പിന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് എക്സാമ്പിൾ എന്തായിരിക്കും? താലൂക്ക് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഓക്കെ മോളെ. കേട്ടില്ലെങ്കിൽ പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ റെക്കോർഡിൽ ക്ലാസ് കാണണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പോണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടാ. ഇനി നമ്മൾ നോക്കാൻ പോണത് ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഹെൽത്ത് സിസ്റ്റത്തിന്റെ രൂപഘടന എങ്ങനെയാണ്? ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഹെൽത്ത് സിസ്റ്റത്തിന്റെ രൂപഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്? നാഷണൽ ലെവൽ. നാഷണൽ ലെവൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? ഡിസ്ട്രിക്ട് ലെവൽ അല്ലേ? ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. ഫസ്റ്റ് വൺ നോക്കാം. നാഷണൽ ലെവൽ. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ലെവലിലെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നത്. അപ്പോ നാഷണൽ ലെവലിലെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒന്നാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്നത്. ഒരു ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആണ് നാഷണൽ ലെവലില് ഈ ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഓക്കെ ആണോ? അപ്പൊ നാഷണൽ ലെവലില് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? നാഷണൽ ലെവലിൽ ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. നമുക്കറിയാം ഡിഫറെന്റ് മന്ത്രിതല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ? റവന്യൂ, PWD, ആരോഗ്യം, വിദ്യാഭ്യാസം.
അതിലൊന്നാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ആരോഗ്യം എന്നത്. അപ്പൊ എന്താണ്, ആരോഗ്യത്തെ കുറിച്ച് നാഷണൽ ലെവലില് ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS? എന്തായിരിക്കും UTS എന്ന് പറഞ്ഞാല്? UTS എന്തായിരിക്കും? അറിയോ? യൂണിയൻ ടെറിട്ടറി. വെരി ഗുഡ് ഗ്രീഷ്മ. അറിയാത്തവരെ എഴുതി വെക്കാം, ഗ്രീഷ്മക്ക് വേണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, നാഷണൽ ലെവല് കഴിഞ്ഞാല് അതിന്റെ കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. UTS എന്ന് പറഞ്ഞാല് യൂണിയൻ ടെറിട്ടറീസ് ആണ് കേട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോ നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS എന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നമുക്ക് എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 14 സംസ്ഥാനങ്ങൾ. 28. ഓക്കെ, 29. 28 സംസ്ഥാനങ്ങളും പിന്നെ എന്താണ്, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര ഉണ്ട്? 8 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഓരോ സ്റ്റേറ്റിലും എന്താണ് 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിനകത്ത് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നമുക്കുള്ളത്. ആ പ്രദേശങ്ങളിൽ എന്തുണ്ട്? ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരാണ് സ്റ്റേറ്റ് ലെവലിലെ ആരോഗ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സ്റ്റേറ്റ് ലെവലിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ UTSലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS എന്ന് പറയുന്നത് എന്താണ്? 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്നതാണ്. അതിൽ ആ പ്രദേശങ്ങളില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്? ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് അല്ലെ. എല്ലാ പ്രദേശങ്ങളിലും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ആരോഗ്യത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇതാണ് കേരളത്തില് സെക്രട്ടേറിയറ്റ് എവിടെയാണ് നമ്മുടെ? അറിയോ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? തിരുവനന്തപുരത്ത് അല്ലെ. ഈ തിരുവനന്തപുരത്താണ് എന്തൊരു മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉള്ളത് അല്ലെ. ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും അങ്ങനെ പല മന്ത്രിതല ഡിപ്പാർട്ട്മെന്റ്സുകളും എവിടെയാണ്? സെക്രട്ടേറിയറ്റിലാണ് ഉള്ളത്. അപ്പോ നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? ആരോഗ്യമന്ത്രി ആരാ? ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്ലെ. വീണ ജോർജ്. ഈ വീണ ജോർജിന്റെ കീഴില് ആരുണ്ടാകും? ഉദ്യോഗസ്ഥരുണ്ടാവും അല്ലെ. വീണ ജോർജ് പറയുന്നത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഉദ്യോഗസ്ഥര് പല ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾക്കും എന്ത് കൊടുക്കുന്നു? നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതനുസരിച്ചിട്ടാണ് ഓരോ പ്രദേശത്തെയും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS പറയുന്നത്. ഇത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്താണ്, നമ്മുടെ മന്ത്രി ആരാണ്? ആരോഗ്യത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് വീണ ജോർജ് ആണ്. വീണ ജോർജിന് കീഴില് കുറെ ആൾക്കാർ, കുറെ ഉദ്യോഗസ്ഥരുണ്ടാവും. അപ്പൊ വീണ ജോർജ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങള് ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു? എല്ലാ പ്രദേശത്തെയും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ചെയ്യുന്നു, പാസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവിടെ എല്ലാ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സുകളും പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS ഓക്കെ ആണോ?
ഓക്കെ. ഇനി എന്താണ് ഡിസ്ട്രിക്ട് ലെവൽ അല്ലെ? ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. റൂറൽ ഏരിയാസിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് അല്ലെ? CHC, PHC, പിന്നെ സബ് സെന്റർ. പിന്നെ അർബൻ ഏരിയാസിലുള്ളത് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും. എന്താണ് ഡിസ്പെൻസറീസ്? മീനിങ് ഡിസ്പെൻസറീസ്. ഡിസ്പെൻസറി ഡിസ്പെൻസറീസ് ഔഷധശാലകൾ കേട്ടോ. ഔഷധശാലകൾ. അപ്പൊ എന്താണ് ഈ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവലിന് കീഴിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ എന്നത്. ഡിസ്ട്രിക്ട് ലെവൽ നമുക്കറിയാം 14 ജില്ലകളാണ് നമുക്കുള്ളത്. ഈ 14 ജില്ലകളിലും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലേ? അവര് പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ റൂറൽ ഏരിയാസിലെയും അർബൻ ഏരിയാസിലെയും ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഡിസ്ട്രിക്ട് ലെവലില് എന്താണ് രണ്ട് തരത്തില് തരംതിരിച്ചിട്ടുണ്ട്. റൂറൽ ഏരിയാസ് എന്നും അർബൻ ഏരിയാസ് എന്നും. ഈ ഡിസ്ട്രിക്ട് ലെവലില് അല്ലെ, ഓരോ ഡിസ്ട്രിക്റ്റിലും എന്താണ് 14 ജില്ലകളുണ്ടല്ലേ കേരളത്തില്. അപ്പൊ ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 14 ജില്ലകളിലും അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റൂറൽ ഏരിയാസിലേക്കും അർബൻ ഏരിയാസിലേക്കും ആരോഗ്യ വിഭാഗങ്ങള് നിർദ്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് റൂറൽ ഏരിയാസിലെയും അർബൻ ഏരിയാസിലെയും ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ. ഒന്നുകൂടി പറയാം, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ലെവലാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ലെവലിലെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നത്. ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നാഷണൽ ലെവലില്. ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഇനി നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS എന്നത്. അപ്പൊ എന്താണ് മിസ് പറഞ്ഞില്ലേ? നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ് ആണ്. വീണ ജോർജിന്റെ കീഴില് കുറെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട്. വീണ ജോർജ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഉദ്യോഗസ്ഥര് സ്റ്റേറ്റ് ലെവലിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്തായാലും നിർദ്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്താണ് ഡിസ്ട്രിക്ട് ലെവല്? ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. ഈ നമ്മുടെ കേരളത്തില് 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലും ആരോഗ്യ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് റൂറൽ ഏരിയാസിൽ അർബൻ ഏരിയാസിലേക്ക് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് ഓടിച്ചു നോക്കി നോക്കിയേ, കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് എടുക്കാം നമുക്ക്. ഈ നമുക്ക് നോക്കാനുള്ളത് ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. രണ്ട് തരത്തിലുള്ള ഹോസ്പിറ്റൽ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ, സെക്കൻഡ് വൺ ഈസ് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ നോക്കാം. സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്തായിരിക്കാം ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്ത് സർവീസ് ആയിരിക്കാം ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ?
ഹോസ്പിറ്റലുകൾ കൊടുക്കുന്നത്? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കാം? അടിയില്ല. ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സർവീസ് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സർവീസുകളാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ. ഇനി ഏതാണ് എക്സ്ട്രാമ്യൂറൽ? ഇൻട്രാമ്യൂറലിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ എക്സ്ട്രാമ്യൂറൽ? മ്യൂറൽ എന്തായിരിക്കും? അപ്പോ സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ എന്തായിരിക്കും? ഹോസ്പിറ്റലിലെ പുറത്ത് കൊടുക്കുന്ന സർവീസുകൾ അല്ലെ? ഔട്ട്സൈഡ് പുറത്ത് കൊടുക്കുന്ന സർവീസുകളാണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വിത്തിൻ ദ, നോട്ട് ചെയ്താൽ മതി കേട്ടോ. വിത്തിൻ ദ എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സർവീസുകളാണ് ഇൻട്രാമ്യൂറൽ. പിന്നെ എന്താണ് എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. സർവീസ് കൊടുക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്ന സർവീസുകളാണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ എന്താണ്? റെസ്റ്റോറേറ്റീവ്. എന്തായിരിക്കും റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. റെസ്റ്റോറേറ്റീവ് മീൻസ് ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം. ഡയഗ്നോസ്റ്റിക്. This consists of the inpatient service involving medical, surgical and other specialties and സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്. എന്താണ്? ഇൻപേഷ്യന്റ് സർവീസുകളാണ് അല്ലെ? രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന സർവീസുകള്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആയി രോഗിയെ ചികിത്സിക്കുക, നമ്മള് അഡ്മിറ്റ് ചെയ്തിട്ട്, അതാണ് ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല്. അങ്ങനെയുള്ള സർവീസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മെഡിക്കൽ, അല്ലെങ്കിൽ സർജറിക്ക് ചെയ്യില്ലേ നമ്മള്? സർജറിക്ക് എന്താണ്? അഡ്മിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? അതർ സ്പെഷ്യാലിറ്റീസ്. അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാല് റയർ ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവില്ല ആളുകൾക്ക്. റയർ കേസിലുള്ള രോഗങ്ങള്, അപൂർവ രോഗം എന്നൊക്കെ പറയും. റയർ ആയിട്ട് ചില രോഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഡയഗ്നോസ്റ്റിക് ചെയ്യാനും അതുപോലെ എന്താണ് അതിനുള്ള ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പോ ഡയഗ്നോസ്റ്റിക്കില് പറയുന്നത് ഇൻപേഷ്യന്റ് സർവീസുകളാണ് കൊടുക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ്? മെഡിക്കൽ, സർജിക്കൽ സർവീസുകൾ, അതുപോലെ സ്പെഷ്യൽ അതർ സ്പെഷ്യാലിറ്റീസും സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്കും. അതർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റയർ കേസുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് അത് ഡയഗ്നോസ്റ്റിക് ചെയ്യുന്നതിനും രോഗം നിർണയിക്കുന്നതിനും പിന്നെ എന്താണ് അതിനുള്ള ട്രീറ്റ്മെന്റുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക് മനസ്സിലായോ? നീ പറയണോ? ഓക്കെ. ഇനി എന്താണ് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ? ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. അതെന്തായിരിക്കാം? നിങ്ങൾക്ക് തന്നെ പറയാലോ. ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ് അതെന്തായിരിക്കാം? ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇൽനെസ് എല്ലാ അസുഖങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് എവിടെ കൊടുക്കുന്നുണ്ട്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ് അല്ലെ? ഹോസ്പിറ്റലില് കൊടുക്കുന്നുണ്ട്. അതൊരു ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ്? ക്യൂറേറ്റീവ് അല്ലെ? ക്യൂറേറ്റീവ് എന്താണ്? എല്ലാ രോഗത്തിലും ഉള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ക്യൂറേറ്റീവ് പറയുന്നത്. പിന്നെ റീഹാബിലിറ്റേറ്റീവ് അതറിയാമല്ലോ. എന്തായിരിക്കാം റീഹാബിലിറ്റേറ്റീവ്?
physical, mental and social rehabilitation. Rehabilitation എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Rehabilitation. പുനരധിവാസം അല്ലെ? ഇപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ മിസ് പറയാം, കൊറോണ ടൈമില്, കൊറോണ ഫസ്റ്റ് സ്പ്രെഡ് ആയ ടൈമിൽ എന്താണ്, ഒരാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും അല്ലെ? അപ്പൊ അയാൾ എന്ത് ചെയ്യും? 7 ദിവസം ക്വാറന്റൈനിൽ വെക്കും, ഒരു മുറിയിൽ അടച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുക്കും അല്ലെ? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയാൾക്ക് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല. അയാൾക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത് അല്ലെ? അപ്പോ പിന്നീട് എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ വന്നിട്ട് അയാളോട് എന്ത് പറയും? 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം, ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യും? അയാളുടെ നോർമൽ ഇതിലേക്ക് കൊണ്ടുവരും. ചിലവർക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ചിലവർക്ക് മരിച്ചാൽ അങ്ങനെയുള്ള ഒരു ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരവസ്ഥയും കൊറോണ ടൈമിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക്. അപ്പൊ എന്താണ്, ഡിപ്രഷൻ, അങ്ങനെ പേടി, ഭയം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നഴ്സുമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ്, സ്ട്രോക്ക് വരുന്ന ഒരാളെ, സ്ട്രോക്ക് വന്ന് കൈയും കാലും ഒരു വശം ഒരു സൈഡ് തളർത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അയാളെ നോർമൽ ലൈഫിലേക്ക് എത്തിക്കുന്നുണ്ട്. അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതെന്താണ്? റീഹാബിലിറ്റേഷൻ ആണ്, പുനരധിവാസ സർവീസുകളാണ് നടത്തുന്നത് അല്ലെ അവര്. അപ്പോ എന്താണ്, കൊറോണ ടൈമിൽ വരുന്ന കേസുകൾ, അതുപോലെ തന്നെ സ്ട്രോക്ക് വരുന്ന ആളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന കേസുകളൊക്കെ ഈ റീഹാബിലിറ്റേറ്റീവ് സർവീസിലേക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്, ഒരാളെ നോർമൽ ലൈഫിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് റീഹാബിലിറ്റേറ്റീവ് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെന്താണ്, കെയർ ഓഫ് എമർജൻസീസ്, ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. ഇപ്പോ നിങ്ങള് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാനുണ്ട്, നിങ്ങൾക്ക് പനിയായിരുന്നു. അപ്പൊ പനി കാരണം നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ക്യൂ നിൽക്കണേ. അപ്പൊ എന്ത് ചെയ്തു? ഡോക്ടർ ഇങ്ങനെ രോഗികളെ പരിശോധിക്കാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് വന്നു, ആംബുലൻസ് സർവീസിലേക്ക്, അല്ലെങ്കിൽ ആംബുലൻസ് വഴി ഒരു ആക്സിഡന്റ് കേസ് വന്നു. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങളാണെങ്കിൽ, നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ പരിശോധിക്കോ, അല്ലെങ്കിൽ ആംബുലൻസറി കെയറിൽ വന്ന ആൾക്കാരെ സഹായിക്കോ, ശുശ്രൂഷിക്കോ? എന്താ ചെയ്യാം? ആക്സിഡന്റ് കേസ് ആദ്യം നോക്കൂ അല്ലെ? അപ്പൊ എന്താണ്, അയാൾക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെ? നമ്മള് ക്യൂ നിൽക്കുന്ന ആൾക്കാരെയും ചികിത്സിക്കണം, അതല്ല, എന്താണ് പ്രയോറിറ്റി മെയിൻ ആയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? ആക്സിഡന്റ് കേസുകൾക്കാണ് അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, കെയർ ഓഫ് എമർജൻസിയിൽ പറയുന്നത് ആക്സിഡന്റ് ആയവരെയും അതുപോലെ തന്നെ ഡിസീസസ് ഉള്ളവരെയും എന്ത് ചെയ്യുന്നുണ്ട്? ആ സർവീസും അവിടെ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? റെസ്റ്റോറേറ്റീവ് ക്ലിയർ ആയോ? 4 ഫങ്ഷൻസും ഡയഗ്നോസ്റ്റിക് പറഞ്ഞു, ക്യൂറേറ്റീവ് പറഞ്ഞു, റീഹാബിലിറ്റേറ്റീവ് പറഞ്ഞു, കെയർ ഓഫ് എമർജൻസീസും പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഏതാണ് പ്രിവെന്റീവ് ഫങ്ഷനിൽ നമുക്ക് നോക്കാം. പ്രിവെന്റീവ് എന്തൊക്കെയാണ് വരുന്നത്? സൂപ്പർവൈസിംഗ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്തായിരിക്കാം അത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. നോക്കിയേ, എന്തായിരിക്കാം ആ പോയിന്റിൽ വരുന്നത്? ഐഡിയ ഉണ്ടോ? നോർമൽ ഡെലിവറി ചൈൽഡ് ബർത്ത് അല്ലെ? എന്താണ് പ്രസവിക്കുന്നതും അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് ഒക്കെ ആരാണ് കൊടുക്കുന്നത്? ഹോസ്പിറ്റലുകാരല്ലേ കൊടുക്കുന്നത് ആ സർവീസ് ഒക്കെ
അല്ലെ പ്രഗ്നന്റ് ആയവരെ ശുശ്രൂഷിക്കുന്നതും അതുപോലെ തന്നെ ഡെലിവറി സർവീസുകളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ ആ സർവീസുകൾ അല്ലെങ്കിൽ അവിടെ എന്ത് വഹിക്കുന്നുണ്ട്? സൂപ്പർവിഷൻ അല്ലെ, മേൽനോട്ടം വഹിക്കുന്നുണ്ട്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽനോട്ടമാട്ടോ അർത്ഥം. അപ്പൊ എന്താണ്? നോർമൽ പ്രഗ്നൻസിയും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിനും സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട്, മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇനി സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, അതെങ്ങനെയായിരിക്കാം? ഗ്രോത്തും ഡെവലപ്മെന്റും സൂപ്പർവൈസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കാം? കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും എങ്ങനെയായിരിക്കാം സൂപ്പർവൈസ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകാര്? ഇമ്മ്യൂണൈസേഷൻ. വെരി ഗുഡ് നാദിയ. എന്താണ്? കുത്തിവെപ്പിലൂടെ അല്ലെ, ഓരോ ഏജിലും കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? വിറ്റാമിനുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇമ്മ്യൂണൈസേഷൻ 5 വയസ്സില് 10 വയസ്സില് 15 വയസ്സില്. അപ്പോ അത് വഴി എന്താണ്? കുട്ടികളുടെ ഗ്രോത്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇനി എന്താണ്? സി ആണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രോലോങ്ഡ് ഇൽനെസ്. എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? കമ്മ്യൂണിക്കബിൾ ഡിസീസ് മീൻസ് എന്തായിരിക്കാം? സ്പ്രെഡ് ആവുന്ന അല്ലെ, സ്പ്രെഡ് ആവുന്ന അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, സ്പ്രെഡ് ആവുന്ന തരത്തിലുള്ള രോഗങ്ങൾ എന്തായിരിക്കാം? എക്സാമ്പിൾ പറയാൻ പറ്റുമോ സ്പ്രെഡ് ആവുന്ന രോഗങ്ങൾക്ക്? കൊറോണ, പിന്നെ ചിക്കൻ ബോക്സ്, പിന്നെ വൈറൽ ഫീവർ അല്ലെ. പലതരത്തിലുള്ള രോഗങ്ങളും സ്പ്രെഡ് ആവുന്നുണ്ട് അല്ലെ. അപ്പോ സ്പ്രെഡ് ആവുന്നത് തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൊറോണ ഒക്കെ വന്നപ്പോ കുറെ എന്താണ് ഹോസ്പിറ്റലുകാര് അതിനുള്ള സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. രോഗങ്ങള് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പ്രെഡ് ആവുന്ന തരത്തിലുള്ള രോഗങ്ങളാണ്. എക്സാമ്പിൾസ് അറിയാത്തവർ എഴുതിച്ചോ. കൊറോണ, ഫീവർ, ചിക്കൻ ബോക്സ്, ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിച്ചോട്ടാ. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് പടർന്നു പിടിക്കുന്ന ഈ രോഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ആര്? ഹോസ്പിറ്റലുകള്. പിന്നെന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ. കൊറോണ ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ പോസ്റ്ററുകൾ കാണാല്ലേ നമുക്ക്, എവിടെ ബസ്സിലായാലും അല്ലെങ്കിൽ ബസ്സിലല്ല പറയുന്നതാണ്. എന്താണ്? ഹോസ്പിറ്റലുകളിലായാലും എന്താണ്? കൈ കഴുകണം, മാസ്ക് വെക്കണം, അതുപോലെ എന്താണ്? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ള അവയർനെസ്. ശരിയാണ്, അവയർനെസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. അത് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പൊതുജനങ്ങൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? ഒക്യുപ്പേഷൻ, അറിയാലോ. അപ്പോ പ്രിവെന്റീവില് നമ്മൾ പഠിച്ചത് എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ആണ് അല്ലെ. നോർമൽ പ്രഗ്നൻസിക്കും ചൈൽഡ് ബർത്തിനും സൂപ്പർവിഷൻ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡിന്റെ ഓരോ ടൈമിലുള്ള ഗ്രോത്തിനും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. പിന്നെന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പടർന്നു പിടിക്കുന്നത് തടയാനായിട്ട് ഉള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിവെന്റീവിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ. ഇനി എന്താണ്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിദ്യാഭ്യാസം അല്ലെ, വിദ്യാഭ്യാസങ്ങള്. നമുക്ക് നോക്കാം. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ഇപ്പോ നിങ്ങള് മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും എന്താണ്? ഓരോ രോഗികൾക്കും എന്താണ്? അല്ലെങ്കിൽ രോഗങ്ങൾ പഠിക്കാനായിട്ട് അസിസ്റ്റന്റുമാര്, ഓരോ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവില്ലേ?
ഇപ്പൊ ഡെലിവറി ടൈമിലായാലും നിങ്ങൾ കണ്ടിട്ടില്ലേ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് ഡെലിവറി ടൈമിൽ കണ്ടിട്ടുണ്ടാവും ഇല്ല കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് ഈ മെഡിക്കൽ സ്റ്റാഫുകൾക്കായാലും മെഡിക്കൽ സ്റ്റുഡൻസിനായാലും എന്ത് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആര്? ഹോസ്പിറ്റലുകള്. മനസ്സിലായോ? മെഡിക്കൽ സ്റ്റാഫുകൾക്കും മെഡിക്കൽ സ്റ്റുഡൻസിനും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകള് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് അറിയാലോ, PG അല്ലെ. ഇപ്പോ MBBS ഒക്കെ കഴിഞ്ഞ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് PG എടുക്കണമെങ്കിൽ അങ്ങനെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, പീഡിയാട്രിഷ്യൻ, അതുപോലെ ഓർത്തോ, PH അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകൾക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേഴ്സ് ആൻഡ് മിഡ് വൈസ് അതെന്തായിരിക്കാം? നേഴ്സ് നമുക്കറിയാം, മിഡ് വൈസ് എന്തായിരിക്കാം അറിയോ? മിഡ് വൈസ് ഡെലിവറി എടുക്കുന്നത് അല്ലെ. ഡെലിവറി ടൈമിൽ ആ നേഴ്സുമാരെ ആ റൂമില് നേഴ്സുമാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവും. സൂതകർമ്മിണികൾ എന്നാണ് പറയുന്നത് കേട്ടോ. മിഡ് വൈസിന്റെ അർത്ഥം സൂതകർമ്മിണി. ഡെലിവറി ടൈമിലൊക്കെ നേഴ്സുമാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു വർക്കേഴ്സ് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാഫുകൾ ഉണ്ടാവും. അവരെയാണ് നമ്മൾ മിഡ് വൈസ് എന്ന് പറയുന്നത്, സൂതകർമ്മിണി. പിന്നെന്താണ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ PG എടുക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. നഴ്സുമാർക്കും അതുപോലെ മിഡ് വൈഫ്സിനും. പിന്നെ എന്താണ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാര്, സോഷ്യൽ വർക്കേഴ്സ്. അതുപോലെ എന്താണ് പാരാമെഡിക്കൽ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിക്ക്, പൊതുജനങ്ങൾക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? സിസ്റ്റം അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഇനി എന്താണ് റിസർച്ച് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ഡിസീസസ്. അതൊരു എക്സാമ്പിളിലൂടെ മിസ് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ എന്താണ് കൊറോണ ടൈം എടുക്കാം. കൊറോണ ടൈമില് ഫസ്റ്റ് കൊറോണ വരുന്ന സമയത്ത് എന്താണ് ആളുകൾക്കായാലും ഹോസ്പിറ്റലുകൾക്കായാലും അത്ര ഇത് കൊടുത്തിരുന്നില്ല, അത്ര ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നില്ല. ആളുകളെ കെയർ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നില്ല. പിന്നീട് ഓരോ ആൾക്കാരും മരിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഈ രോഗം വന്ന് മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്തത്, ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് നടത്തിയത്. അങ്ങനെ റിസർച്ച് നടത്തി എന്ത് ചെയ്തു, ഈ രോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് പകരുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എത്ര ദിവസം നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് നിലനിൽക്കും, വൈറസിലൂടെയാണോ ഇത് പകരുന്നത്, ഫംഗസിലൂടെയാണോ പകരുന്നത്, അങ്ങനെയുള്ള എക്സ്പെരിമെന്റുകളൊക്കെ, എങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഒന്നുകൂടിയും പറയാം, കൊറോണ ടൈമില് ഫസ്റ്റ് ആ സ്റ്റേജിൽ എന്താണ് ആളുകൾക്കായാലും ഹോസ്പിറ്റലുകൾക്കായാലും എന്തുണ്ടായിരുന്നു, അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പിന്നീട് ആൾക്കാർ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒത്തിരി ഇമ്പോർട്ടന്റ് കൊടുക്കണം, ഇതൊരു എന്താണ് ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായത്. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ രോഗം വരുന്നത് ഏതിലൂടെയാണ്, എത്ര ദിവസം നമ്മുടെ ശരീരത്തിൽ ഈ വൈറസുകൾ നിലനിൽക്കും, എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങള് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്, ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലുകൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഇനി സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ എന്ത് ചെയ്തു, ക്ലിനിക്കൽ മെഡിസിൻ അല്ലെ, ഇതിന് എന്ത് മെഡിസിൻ ആണ് ചെയ്യേണ്ടത്, എന്ത് മെഡിസിൻ എടുക്കണം എന്നുള്ള കാര്യങ്ങള് ഇതാക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, കോവാക്സിനും കോവിഷീൽഡും അവരെന്ത് ചെയ്തു കൊണ്ടുവന്നു അല്ലെ. അതിനുശേഷം വാക്സിൻ കൊണ്ടുവന്നു.
അതിനുശേഷം ഹോസ്പിറ്റൽ പ്രാക്ടീസസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ആളുകളിലേക്ക് അത് പരീക്ഷിക്കാനായിട്ട് തുടങ്ങി. അതാണ് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. ക്ലിയറായോ 3 സ്റ്റേജുകളും റിസർച്ചില്ല? ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തു. അതിനുശേഷം വാക്സിൻ കണ്ടുപിടിച്ചു അല്ലെ, കോവാക്സിൻ കോവിഷീൽഡും അങ്ങനെ വാക്സിനുകൾ 2 വാക്സിൻ കണ്ടുപിടിച്ചു. ശേഷം എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് രോഗികളല്ല, എന്താണ്, ജനങ്ങളിലേക്ക് എന്ത് ചെയ്തു? അത് കുത്തിവെക്കാനായിട്ട് തുടങ്ങി, പരീക്ഷിക്കാനായിട്ട് തുടങ്ങി. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്സിനുകൾ കുത്തിവെക്കാനായിട്ട് തുടങ്ങി. ക്ലിയർ അല്ലേ? 3 സ്റ്റേജും ക്ലിയർ ആയോ? ഓക്കെയാണോ മക്കളെ? മനസ്സിലാവാത്തവരുണ്ടോ ഇനിയും? ക്ലിയർ ക്ലിയർ അല്ലേ? അപ്പോ ഇത്രയുമാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാല്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റെസ്റ്റോറേറ്റീവ് പഠിച്ചു, പ്രിവെന്റീവ് പഠിച്ചു, എഡ്യൂക്കേഷൻ, റിസർച്ച്. ഓക്കെ, ഇനി നമ്മള് എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻ ആണ് പഠിക്കുന്നത്. എന്താണ്? ഔട്ട്സൈഡ് അല്ലെ, ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ ആണ് എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാല്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്തായിരിക്കും? ഔട്ട് പേഷ്യന്റ് അറിയാലോ, പഠിച്ചിട്ടുണ്ടല്ലോ. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അറിയില്ലേ? ഒ പി അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ വരുന്നു, ഒ പി സീറ്റ് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെ. അങ്ങനെയുള്ള സർവീസുകളാണ് ഒ പി. ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സിക്കാത്ത സർവീസുകൾ അല്ലെ, കിടത്തി ചികിത്സിക്കാതെ അഡ്മിറ്റ് ആവാതെ എന്ത് ചെയ്യുന്നു? മരുന്ന് വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള സർവീസുകളാണ് ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഒ പി സർവീസ് എന്ന് പറഞ്ഞാല്. പിന്നെ എന്താണ്? ഹോം കെയർ സർവീസ്. നിങ്ങൾക്ക് തന്നെ പറയാം. ഹോം കെയർ എന്തായിരിക്കും? ഹോം കെയർ സർവീസ് പാലിയേറ്റീവ് കെയർ അല്ലെ. ഇപ്പൊ എന്താണ്? സ്ട്രക്ചറിലും വീൽ ചെയറിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് എന്താണ്? കിടന്ന ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് വന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതാണ് ഹോം കെയർ സർവീസ് എന്ന് പറഞ്ഞാല്. ഇനി മൊബൈൽ ക്ലിനിക് എന്ന എക്സാമ്പിൾ ആയിട്ട് പാലിയേറ്റീവ് കെയർ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാല് മൊബൈൽ ആപ്പ് വഴി എന്താണ്? ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, ഇപ്പൊ വികലാംഗര്, സ്ട്രക്ചറിൽ കിടക്കുന്നവർക്കൊക്കെ എന്താണ്? തളർന്നു കിടക്കുന്നവർക്കൊക്കെ എന്താണ്? പെട്ടെന്ന് ഓടിയെത്താൻ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടാല്. അപ്പോ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് വഴി എന്ത് ചെയ്യുന്നു? അവര് അവരുടെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ, സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാല്. മൊബൈൽ ഹെൽത്ത് കെയർ യൂണിറ്റ്. ഓക്കെ ഓക്കെ അല്ലേ? ഡേ കെയർ സെന്റർ. ഇപ്പൊ ഡേ കെയർ സെന്റർ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഒരു ദിവസം കൊണ്ട് നമ്മള് എല്ലാ സർവീസുകളും ചെയ്തു കൊടുക്കുന്നുണ്ട് രോഗികൾക്ക്. ഇപ്പൊ എന്താണ്? ഡയാലിസിസ്, അതുപോലെ തിമിരത്തിന്റെ ഓപ്പറേഷൻ. എന്താണ്? നമ്മളിപ്പോ കാലത്ത് പോകുന്നു, അവിടെ പോയി ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് ചെയ്ത സർവീസുകൾ ഒരു ദിവസം കൊണ്ട് സർവീസ് ചെയ്തു കൊടുക്കുന്ന അതിനെയാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? തിമിരത്തിന്റെ ഓപ്പറേഷൻ, അതുപോലെ എന്താണ്? ഡയാലിസിസ് ഒക്കെ എന്താണ്? എക്സാമ്പിൾ ആയിട്ട് എഴുതാട്ടോ ഡേ കെയർ സെന്റേഴ്സിന്. കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ തിമിര ഓപ്പറേഷൻ ഒക്കെ ഇല്ല, ആരും കൊണ്ടുപോയില്ല. അപ്പൊ എങ്ങനെയാണ്? മനസ്സിലായില്ലേ? എന്താണ്? ഒരു ദിവസം മാത്രം പോയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് കിട്ടും അല്ലെ. ഒരു ദിവസം മതി. കാലത്ത് പോവാം, അവിടെ എന്ത് ചെയ്യാം? ഓപ്പറേഷൻ ചെയ്ത് കുറച്ചു നേരം ഒബ്സർവേഷൻ, അത് കഴിഞ്ഞിട്ട് മരുന്നിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് മരുന്ന് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമ്മളെ വീട്ടിലേക്ക് വിടാം. ഒരു ദിവസം കൊണ്ടാണ് ആ സർവീസുകൾ അവിടെ ചെയ്യുന്നത്. അതാണ് ഡേ കെയർ സെന്റർ എന്ന് പറഞ്ഞാല്. ഇനി നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ. ഇവിടെ എമർജൻസി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ എമർജൻസി ആയിട്ടുള്ള സർവീസുകളും ഈ നൈറ്റ് ഹോസ്പിറ്റലില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ വരുന്നത് എന്താണ് മെഡിക്കൽ കെയർ ക്യാമ്പ്. അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ മെഡിക്കൽ കെയർ ക്യാമ്പുകൾ. ചെയ്തിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ടോ? ആ, അതറിയാലോ. ഡോക്ടർമാരോ അല്ലെങ്കിൽ നഴ്സുമാരോ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഷുഗറോ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ണ് നോക്കുന്നു, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ, കണ്ണിലെ ഇപ്പൊ തിമിരുണ്ടെങ്കിൽ അത് പറയുന്നു ഓപ്പറേഷൻ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് മെഡിക്കൽ കെയർ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ്, ഒ പി സർവീസുകൾ, അതുപോലെ എന്താണ് ഹോം കെയർ സർവീസുകൾ, പാലിയേറ്റീവ് കെയർ ഒക്കെ ഉദാഹരണങ്ങളാണ്. മൊബൈൽ ക്ലിനിക്സ്, പിന്നെന്താണ് ഡേ കെയർ സെന്റർ, തിമിരത്തിന്റെ ശസ്ത്രക്രിയ, ഡയാലിസിസിനൊക്കെ ഡേ കെയർ സെന്റേഴ്സ് എക്സാമ്പിൾ ആണ്. നൈറ്റ് ഹോസ്പിറ്റൽ, എമർജൻസി കേസുകളൊക്കെ എടുക്കും. അതുപോലെ നൈറ്റ് മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. പിന്നെ മെഡിക്കൽ ക്യാമ്പ് അറിയാം, കണ്ണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ക്യാമ്പുകൾ, മെഡിക്കൽ കെയർ ക്യാമ്പ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ മക്കളെ, ഇതോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ അവസാനിച്ചു. ഇനി എടുക്കാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ആണ് കേട്ടോ. PDF ഒക്കെ ലാഭങ്ങളില്ലേ മക്കളെ? PDF എടുത്ത് വെച്ചിരുന്നാ ഓക്കെ. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ലേ? ഓക്കെ ആണ് എല്ലാവരും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ക്ലിയർ അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻസ്? ഓക്കെ. ഡിസ്ട്രിക്ട് ലെവൽ പറയണോ? ഡിസ്ട്രിക്ട് ലെവൽ എന്താണ്? നമ്മുടെ കേരളത്തിലെ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട് അല്ലെ? ഈ 14 ജില്ലകളിലെയും എന്താണ് അവിടെ ഉണ്ടാവും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾ. ഈ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളാണ് റൂറൽ ഏരിയാസിലുള്ള ഹോസ്പിറ്റലുകൾക്കും അർബൻ ഏരിയാസിലുള്ള ഹോസ്പിറ്റലുകൾക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഏതാണ്? ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾ. ഇവർക്ക് എന്ത് ചെയ്യുന്നു? റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതനുസരിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. ഓക്കെയാണോ? ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധശാലകൾ. ഷോർട്ട് നോട്ട് വേണ്ട മോളെ ഇതിനകത്ത് നസ്രീ? ഇത്രയും മാത്രം നിങ്ങൾക്ക് PDF-ലുള്ള കാര്യങ്ങൾ തന്നെ ഷോർട്ട് ആക്കി തന്നേക്കുന്നത് PDF-ൽ. അപ്പൊ അത്രയും നോക്കി പഠിച്ചാൽ മതി. ഇതിനകത്ത് ഷോർട്ട് ആക്കാനൊന്നുമില്ല കേട്ടാ. ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇതിനകത്തുള്ള സംഭവങ്ങൾ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ മനസ്സിലാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്യണില്ല എല്ലാവരും? ചെയ്തോളാം കേട്ടാ. അല്ലെങ്കിൽ പിന്നീട് എക്സാം ഒക്കെ വരുമ്പോ അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടാ. മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? താങ്ക് യു. പഠിച്ചിട്ട് വരുന്നോണ്ട് ബുധനാഴ്ച വരുമ്പോ